ഞാൻ പറയാം. തന്നെ 1 2 3 ദൈവമേ നീ എന്തൊരു കാരണം ഇതാര് അത് പിന്നെ മേഘ. നിങ്ങൾക്ക് അറിയുന്നവരാണെങ്കിൽ പോയിട്ട് നാളെ വരാൻ പറ. പടം ഞാൻ പറഞ്ഞ അവള് കേൾക്കാന്നില്ല. അവള് പറഞ്ഞപ്പോ ഞാൻ കേട്ടില്ലല്ലോ. അത് തന്നെ അവൾ എന്തോന്ന് പറഞ്ഞു. അതൊരു കാര്യം എന്തോന്ന് പറഞ്ഞ അവിടെ കല്യാണം കഴിക്കാൻ പറ്റുമോ ചോദിച്ചു. പറ്റൂലെന്ന് പറഞ്ഞു. നാട്ടിലുള്ള സകല പെണ്ണുങ്ങളും കയ്യിൽ വെച്ചിരിക്കും. ഒരു ഉപകാരവും ഇല്ല. അയ്യോ എന്ത് കൊച്ചിനെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗുഡ് ആഫ്റ്റർനൂൺ. ഗുഡ് ആഫ്റ്റർനൂൺ. അമൽ അതെനിക്കറിയാം. പേരെന്താ? മേഘ. വീട് കോട്ടയം. ഇങ്ങനെയാണോ ഒരു ക്ലയന്റ് വന്നാൽ നിങ്ങളെ റിസീവ് ചെയ്യുന്നത്? അല്ല, വെൽക്കം പ്ലീസ്. അമൽ വരുന്നില്ലേ? അല്ല, ബോസ് വരും. ബോസിന്റെ ക്യാബിനിൽ മീറ്റ് ചെയ്യാം. എന്തിനി ക്യാൻറ്റീനിലിട്ടിരുന്നാൽ മതി. അതാകുമ്പോൾ നമുക്ക് ഓപ്പൺ ആയിട്ട് സംസാരിക്കാനും പറ്റുമല്ലോ. അമൽ പറഞ്ഞ പോലെ നമുക്ക് ക്യാൻറ്റീനിലോട്ട് ചെല്ലാം. ഞാൻ എന്തായാലും ലഞ്ച് കഴിച്ചിട്ടില്ല. Let me to the canteen, please. അളിയ കാര്യമൊക്കെ ശരി തന്നെ. പക്ഷെ ഈ അമലിനെ വിളിക്കുന്നത് തരണം. ഇച്ചായ എന്ന് വിളിക്കാൻ പറഞ്ഞു. അയ്യോ നമുക്ക് പോവാം. ബോസ് നമുക്ക് ക്യാബിനിലോട്ട് പോവാം. പെണ്ണും ചെക്കനും തമ്മിൽ ക്യാൻറ്റീനല്ലേ സംസാരിക്കേണ്ടത്. അതിലെ നാട്ടുകാർക്ക് ഓ കൂടെ ആരും വരാൻ പാടില്ലാത്തതാണ്. പക്ഷെ എൻ്റെ ഒരു ധൈര്യത്തിന് അളിയും കൂടെ വന്നു. ഞാൻ കൂടെ പോവാം. നീ ഇറങ്ങി. ഇതിപ്പോ ആരെ കൊണ്ടുപോവാം? അല്ല, പുള്ളി ഗ്രീറ്റ് ചെയ്തേന്. ഓ താങ്ക് യു. ഒരു മിനിറ്റ്. പിന്നെ മേഘ, ഞാൻ അന്ന് പിന്നെ പ്രപ്പോസൽസ് എവിടെ? സത്യം പറഞ്ഞല്ലേ, ഈ പണത്തിലൊന്നും എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ബന്ധങ്ങളിലാണ് കാര്യം. അതുകൊണ്ട് ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഞാൻ ഒരിക്കലും എന്താ അല്ല, ഈ ക്ലയന്റ് റിലേഷനാണ് കൂടുതൽ താല്പര്യം എന്ന് പുള്ളി പറയരുത്. ക്ലയന്റ് എന്റെ ചാത്തട്ടിയാണ്. ചാത്തത്തി എന്താ? ചാർട്ടർ അക്കൗണ്ടിനെ കാണണമെന്ന് പറയരുത്. അമലിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, സംസാരത്തിനൊക്കെ ഒരു ക്ലാരിറ്റി ഉണ്ട്. പുള്ളി ഭയങ്കര വർക്കഹോളിക്കാണ്. അപ്പം 2-3 ദിവസമായിട്ട് ഒരു പ്രോജക്റ്റിന്റെ പുറകെ ഇരുന്ന് വർക്ക് ചെയ്തിട്ട് റെസ്റ്റ് ഒന്നും എടുക്കാതെ ഈ ഗുളി കഴിച്ചതിന്റെ സെഡേഷനിൽ വീട്ടിൽ പോവാതെ ക്ലയന്റ് വരണോണ്ടേ. ഓ മേഘ വരണോണ്ട് ഇങ്ങനെ ഇരുന്നേ. സിൻസിയർ അല്ലേ? അപ്പോ സിൻസിയർ, ലോയൽ, റൊമാൻറ്റിക്.